ലാൻഡിങ്ങിനായിട്ട് വന്നോണ്ടിരിക്കാണ്. ഓ കറക്റ്റ് പോയില്ലല്ലോ വന്ന് ഇറങ്ങിട്ട് അവര്. ഓ സമ്മതിക്കാൻ ഇങ്ങനെ കുറെ ദിവസമായിട്ട് നമ്മൾ ഈ പേരച്ചൂടിന്റെ സംഭവം അവിടെ നിന്ന് കാണാറുണ്ട് ദൂരെ. അങ്ങനെ കറക്റ്റ് 2 ബേഗായിട്ട് ഈ മലയുടെ താഴെ വന്ന് നമ്മൾ കണ്ടു. കറക്റ്റ് അവർ പിന്നാലെ വെച്ച് പോകുന്നപ്പോൾ കറക്റ്റ് ടേക്ക് ഓഫ് ആവുന്ന സ്ഥലം, ലാൻഡ് ആവുന്ന സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓ സമ്മതിക്കേണ്ട, വെറും കാറ്റ് ദിശ പിടിച്ച് മാത്രം ഈ മരങ്ങളുടെ ഇട കൂടി ഈ കറണ്ട് കമ്പീരൊക്കെ വലിയ ലൈൻ്റെ ഇട കൂടെ ഒക്കെ വന്ന് കറക്റ്റ് പോയിന്റ് തന്നെ വന്നൊരു ലാൻഡ് ആവണത്. ഓ ഭയങ്കര എക്സ്പീരിയൻസ് തന്നെ. റെൻറ്റിന് കൊടുക്കണില്ല, ഞാൻ ചോദിച്ചിരുന്നു. അത് സ്വന്തമായിട്ട് നമുക്ക് വാങ്ങിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. റെൻറ്റിന് അവർ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ വേറെ ലൊക്കേഷനിലുള്ളൂ റെൻറ്റുള്ളൂ. റെൻറ്റിനുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിൽ കുറച്ച് പൈസ ആകുമ്പോൾ നമുക്ക് റെൻറ്റിന് എടുത്ത് പോകുമായിരുന്നു. നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയപ്പോൾ കടലും കാണാം. കടലിൻ്റെ അറ്റത്ത് ഷിപ്പ് ഉണ്ടാവും. വീഡിയോയിൽ അത്ര ക്ലിയർ ആവില്ല. വല്ലാത്തൊരു കാഴ്ചട്ടാ. ഒരു 10-40 കിലോമീറ്ററോളം നമുക്ക് ഹൈവേ കാണാം. അതിനെ ക്രോസ് ചെയ്ത് പോണ ട്രെയിനും കാണാൻ പറ്റിയിട്ടോ. ഓ ഈ മലമണ്ടയിൽ വരുമ്പോഴേ വല്ലാത്ത കാഴ്ച തന്നെയാട്ടാ. നമ്മൾ താഴെ നിൽക്കണ പോലെയല്ല എന്തായാലും. ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിട്ട് ഇവിടെ എത്തിപ്പെടാനായിട്ട് ഇപ്പം ഇന്നാണ് നമുക്ക് ടൈം കിട്ടിയത്. വല്ലാത്തൊരു ഏരിയ. ഏതാണ്ട് നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് കാണുന്ന അതേ വ്യൂ ആണ് നമുക്ക് ഇവിടെ കിട്ടണേ. ഓ എല്ലാ മലമണ്ടയിലും ഇതുപോലൊരു പള്ളി, ചെറിയൊരു കപ്പേള ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആൾക്കാർക്ക് വന്നിരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല സ്ഥലങ്ങൾ. ബാക്കിൽ നമ്മുടെ വാഗമണ്ണിൻ്റെ സെറ്റപ്പാട്ടാ. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ആ മലനിരകളുടെ ഫുള്ള് വീഡിയോ. ടോപ്പിൽ വന്നപ്പോൾ ഫുള്ള് ഗൂഗിൾ മാപ്പ് പോലെ. ആ കാണുന്ന മല ലാവ പൊട്ടി വന്ന മല. ലാവ പൊട്ടിയിട്ട് കുറേ പേര് മരിച്ചു പോയി. ആ ഒരു മലയാണ് ആ ഒറ്റയ്ക്ക് നിൽക്കണ മല അവിടെ. ഈ ഒരു ഏരിയ ഫുള്ള് വാഗമൺ പോലെയായിട്ട് നിൽക്കണേ. ഫുള്ള് മുട്ടക്കുന്നുകളായിട്ട്. പേരച്ചൂട്ടിലൊരു ടീം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. കുറേ ടീമുണ്ട്. അവന്മാർ അവിടെ നിന്ന് ദൂരേന്ന് കയറി പോകുന്നതാണ്. അപ്പുറത്തെ മലയുടെ അവിടെ നിന്ന് പോന്നാട്ടോ അവര്. അവിടെ നിന്ന് പോന്ന് ഇതേ കാറ്റിനെ ദിശ പിടിച്ച് ഇതേ പോണു. ഓ സമ്മതിക്കണേട്ടാ. ഫുള്ള് ഇലക്ട്രിക് കമ്പനിക്കുള്ള ഏരിയയാണ് ഇവന്മാർ എടുത്ത് പറന്ന് നടക്കണേ. നമ്മൾ ടോപ്പിൽ എത്തിക്കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ചുകൂടി കൊണ്ട് കയറി വരാണ്. അവിടെ നിന്ന് ആൾക്കാർ പേരച്ചൂട്ടിന് പോണ സ്ഥലം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിവിടെ നടപ്പാത കാണുന്നുണ്ട്. അതിവിടെ നമുക്ക് പോയി നോക്കാം എന്തായാലും അവന്മാരെ കാണാൻ പറ്റുന്നുള്ളൂ. ഫുള്ള് ഒരാൾക്ക് നടക്കാനുള്ള വഴിയുള്ളൂ കേട്ടോ. പോകുന്ന വഴിക്കൊക്കെ ഫുള്ള് പൂക്കളാട്ടാ. പൂക്കളെ കൊണ്ട് സൂപ്പറായി നിൽക്കുന്നുണ്ട് ഈ ഏരിയ. നമ്മൾ ടോപ്പിലെത്തിരിക്കണം കേട്ടോ. ഇവിടെ നിന്നാണ് അവർ പാരച്യൂട്ട് ഗ്ലൈഡിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം. നിറച്ച ആൾക്കാരുണ്ട്. ഫുള്ള് ഐറ്റംസ് ആയിട്ട് ഇവിടെ നിന്നാണ് അവർ ചാടി പോണേ. ഇതാ മലര അറ്റത്തൊക്കെ ആൾക്കാരുണ്ട് കാണില്ലേ. അവിടെ കാണാനില്ലേ ഫുള്ള് ടീമുണ്ട്. ഇതാ അവിടെ നിന്ന് ഒരാൾ റെഡി ആയിട്ടുണ്ട് ചാടാനായിട്ട്. ഇതേ ഫുള്ള് എയർ ബാഗും കാര്യങ്ങളൊക്കെ ആയി സെറ്റായിട്ട് നിൽക്കണേ. ഇതാ സ്റ്റാർട്ടിങ് ആയി വരാണ്. കാറ്റിൻ്റെ ദിശ അനുസരിച്ച് പിടിച്ചവർ ഇതുകൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് കാട്ടിൽ. ഒരു ടീമുകൾ നാറ്റതേ അപ്പോട്ടെ ഒരു പുട്ട് പോലെ പറന്നെടുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് പോയ ടീമാട്ടോ. ഇതെങ്ങനെ കറക്റ്റ് ടൈമിൽ ഒരു ലാൻഡ് ആവണാവോ. റെഡി ആയി നിൽക്കാണ്. ഇതാ പോകുന്നു. പോയി
ആ പോയോ ഹായ് ഹോയ് ഇനി പാറി പറഞ്ഞ് നടക്കണം. ഓ വല്ലാത്തൊരു സംഭവം തന്നെ കേട്ടോ. ലാൻഡ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. ഓ കാറ്റിനനുസരിച്ച് പോവാട്ടോ ആള്. ലാൻഡിങ്ങിനായിട്ട് വന്നോണ്ടിരിക്കുകയാണ്. ഓ കറക്റ്റ് പോയില്ലല്ലോ എന്ന് ഇറങ്ങിട്ട് അവര്. ഓ സമ്മതിക്കണം. ഒരു കാറ്റിൻ്റെ ദിശ പിടിച്ച് മാത്രമാണ് കറക്റ്റ് പോയിന്റിൽ അവർ ഇറങ്ങണം. രണ്ടുപേര് വലിയ ബാഗായിട്ട് പോകണോണ്ട് ഇപ്പോൾ പിന്നാലെ പോയി നോക്കിയാട്ടാ. കറക്റ്റ് നമുക്ക് ആ പാരച്യൂട്ടിൽ പോണ ടീമുകളുടെ ലൊക്കേഷൻ കാണാൻ പറ്റി. ഈ കാട്ടിയോടെ നടന്ന് വന്നുകൊണ്ട് കുറേ ദിവസമായി നമ്മൾ അവരുടെ അടുത്തോട്ട് പോകണമെന്ന് വിചാരിച്ചേ. ആ എക്സ്പ്രസ് ഹൈവേ അതേ പോകണം. നമ്മൾ നിൽക്കണ ഈ മലയുടെ താഴെയോടെ പോകണം കേട്ടോ. പിന്നെ ഒരുപാട് ദൂരം ഈ മല കഴിഞ്ഞ് നേരെ അപ്പുറത്ത് ഹൈവേ വീണ്ടും പുറത്തോട്ട് ചാടി പോവും. ഓ ഫുള്ള് ടണൽ കേട്ടോ. ഇത് അവിടെ പിന്നെ പോണത് അത് ടണലിൽ വിളിക്കാൻ പോകണം. ആ മലയുടെ ഉള്ളിയോടെയാണ് പോണത്. ഇറ്റലിയിലെ ഏറ്റവും കൂടുതൽ ടണലുള്ള സ്ഥലമാണ്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നമ്മൾ പാരച്യൂട്ടൊക്കെ അന്വേഷിച്ച് വന്ന് കുറേ കാലമായിട്ട് നമുക്കിവിടെ കിട്ടി. അപ്പോൾ അതിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എന്തെങ്കിലും ഒരു ദിവസം നമുക്കും പാരച്യൂട്ടിൽ കറങ്ങിയിട്ട് നടക്കാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.